ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ജയിൽ വകുപ്പ് ഘടന പ്രവർത്തന രീതി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ റിവിഷനായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഓർത്ത് നോക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ഇതിൽ ഉൾപ്പെടാത്ത പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അധികം ദിവസമില്ല. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു ദിവസം മതി അതിന്, ഒരു 2-3 മണിക്കൂറൊക്കെ മതിയാവും. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത്രയും മതിയായിരിക്കും. പിന്നെ ബാക്കി ഇതിനും കൂടെ കറണ്ട് അഫെയർ ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും അതിൻ്റെയൊക്കെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കാം, വിട്ടുപോകരുത്. മലയാളം ഒക്കെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്കേ പറഞ്ഞിട്ടിരിക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് എന്നിവിടങ്ങളിലെ ജയിലുകൾ സംയോജിപ്പിച്ചിട്ടാണ് ജയിൽ വകുപ്പിന് രൂപം നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യകാലത്ത് ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് എന്നിവിടങ്ങളിലെ ജയിലുകൾ സംയോജിപ്പിച്ചിട്ടാണ് ജയിൽ വകുപ്പിന് രൂപം നൽകിയത്. 1861 നായർ പഴയ സ്ഥാപിതമായ പ്രിൻസിപ്പൽ ജയിൽ 1873 സെൻട്രൽ ജയിലായിട്ട് ഉയർത്തപ്പെട്ടു. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യത്തെ പ്രിൻസിപ്പൽ ജയിലായിട്ട് ഉയർത്തിയത്. ആദ്യത്തെ പ്രിൻസിപ്പൽ ജയിൽ തിരുവിതാംകൂറിൽ സ്ഥാപിതമായത് 1861. ഇത് പിന്നീട് 1873 സെൻട്രൽ ജയിലായിട്ട് ഉയർത്തുകയാണ് ഉണ്ടായത്. 1862-63 ദിവാൻ ടി മാധവറാവുവിൻ്റെ കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്തെ ജയിലുകളുടെ ആദ്യത്തെ ഭരണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഈ 1861 പ്രിൻസിപ്പൽ ജയിലിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. അത് പിന്നീട് 1873 സെൻട്രൽ ജയിലായിട്ട് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് 1886 ഇങ്ങോട്ട് മാറ്റുന്നത്, പൂജപ്പുരയിലേക്ക്, ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് പറഞ്ഞത്? 1861 തിരുവിതാംകൂറിൽ സ്ഥാപിതമായിട്ടുള്ള പ്രിൻസിപ്പൽ ജയിൽ 1873 സെൻട്രൽ ജയിലായിട്ട് ഉയർത്തപ്പെട്ടു. പിന്നീട് അതെന്ത് ചെയ്തു? 1886 ഇന്ന് കാണുന്ന പൂജപ്പുരയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. 1862-63 ആ കാലഘട്ടത്തെ തടവുകാർക്ക് വൈദ്യസഹായം നൽകുന്നതിനുള്ള ചുമതല സ്റ്റേറ്റ് ചീഫ് മെഡിക്കൽ ഓഫീസർക്കായിരുന്നു. 1890 എറണാകുളത്ത് ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുകയും ജയിൽ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി 1892 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള റോബിൻസനെ സൂപ്രണ്ടായി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ കൊച്ചി രാജ്യത്തെ ആദ്യത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എറണാകുളത്ത് 1890. അതെന്ത് ചെയ്തു? 1892 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള റോബിൻസണിനെ അവിടെ സൂപ്രണ്ടായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? 1914 വിയ്യൂരിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. ഓർത്തിരിക്കണേ, ഈ 1890 എറണാകുളത്ത് സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ ജയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 1914 വിയ്യൂരിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. 1897 തിരുവിതാംകൂറിൽ ആദ്യമായി ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഈ 1890 ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സമയത്ത് 1890 വളരെ പാവപ്പെട്ട തടവുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ജയിലിൽ നിന്നും വിടുതൽ ചെയ്യുന്ന സമയത്ത് അവരുടെ വീടുകളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പണവും കാര്യങ്ങളൊക്കെ അദ്ദേഹം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുകളൊക്കെ 1800 പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1800 തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1924 വരെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയേ. അപ്പോൾ 1800 എറണാകുളത്ത് സെൻട്രൽ ജയിൽ സ്ഥാപിതമാകുമ്പോൾ ആരാണ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ഭരിച്ചിരുന്നത്. കേരള സംസ്ഥാന പുനഃസംഘടനാ കാലത്ത് മലബാർ മേഖലയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ, കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ എന്നിവ കൂടാതെ 20 സാധാരണ സബ് ജയിലുകളും ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. 1861 സ്ഥാപിതമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലും ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 1869 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? 1861 സ്ഥാപിതമായിട്ടുള്ള കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലും ഏറ്റവും രണ്ടാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലും ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 1869 സ്ഥാപിതമായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലുമാണെന്ന് ഓർത്തിരിക്കുക.
കേരള സംസ്ഥാന രൂപീകരണത്തോടെ ജയിൽ വകുപ്പിൽ വന്ന ജയിലുകളും മറ്റ് സംവിധാനങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. എന്തൊക്കെയാണ്? ജയിൽ IG-യുടെ കാര്യാലയം, കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിൽ കോഴിക്കോട്, A ക്ലാസ് സബ് ജയിലുകൾ 9 എണ്ണം, B ക്ലാസ് സാധാരണ സബ് ജയിലുകൾ 48 എണ്ണം, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് ഒരു ബോസ്റ്റൽ സ്കൂൾ. അപ്പോൾ ഇത്രയാണ് കേരള സംസ്ഥാന രൂപീകരണത്തോടെ ജയിൽ വകുപ്പിൽ വന്ന ജയിലുകളും മറ്റ് സംവിധാനങ്ങളും എന്ന് പറയുന്നത്. ഇതിൽ A ക്ലാസ് B ക്ലാസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. പണ്ട് ഈ തടവ് പുള്ളികളെ A ക്ലാസ് B ക്ലാസ് C ക്ലാസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താണ്, A ക്ലാസ്സിൽ വരുന്നവർ ഈ പതിവ് കുറ്റവാളിയല്ലാത്തവർ, നല്ല പെരുമാറ്റം, നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരാൾ, പിന്നെ ഗുരുതരമോ വളരെ നീചമായിട്ടുള്ള കുറ്റകൃത്യമൊന്നും ചെയ്യാത്ത ആളുകളാണ് A ക്ലാസ്സിൽ തടവ് പുള്ളികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ B ക്ലാസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്, നല്ല ഉയർന്ന സാമൂഹിക പദവിയും നല്ല ജീവിതശൈലിയുള്ള ആൾക്കാർ, സമൂഹത്തിൽ നന്നായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, പിന്നെന്താണ് നല്ല പെരുമാറ്റമുള്ള, എപ്പോഴും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾ, അങ്ങനെയുള്ളവരെയൊക്കെയാണ് B ക്ലാസ്സിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. C ക്ലാസ്സിൽ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരെയും വളരെ നീചമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയായിരുന്നു C ക്ലാസ്സിൽ പാർപ്പിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഇങ്ങനെ A ക്ലാസ് B ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരത്തിരിവൊന്നും ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വന്ന ഈ മാറ്റങ്ങളും മറ്റ് സംവിധാനങ്ങളും കേരള സംസ്ഥാന രൂപീകരണത്തോടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ 1890, 92 ആ കാലഘട്ടത്തിലൊക്കെ ഈ എല്ലാ തടവുകാരെയും ചങ്ങലയിലായിരുന്നു കേട്ടോ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇപ്പോൾ ഇന്നത്തെ നമുക്കറിയാം അല്ലേ, ഇന്നത്തെ തടവുകാർക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്ന തൊഴിലുകളും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. പക്ഷെ അന്നത്തെ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തടവ് പുള്ളികളെയൊക്കെ ചങ്ങലയിലായിരുന്നു ബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവരെ ഈ അവിടുത്തെ നിരത്തുകളും അവരുടെ ഈ പൊതുനിരത്തുകളും പൊതുസ്ഥാപനങ്ങളും ആ സമയത്തെ കൊട്ടാരങ്ങളും ഒക്കെ വൃത്തിയാക്കാനും അടിച്ചു വാരാനും ഒക്കെ ഓരോ പണികൾ, റോഡ് നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് ഈ ജയിലുകളിൽ ഉണ്ടായിരുന്ന ശിക്ഷാ തടവുകാരെ ഉപയോഗിച്ചിരുന്നു. നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏത് ആക്റ്റിൽ വരുന്നു, അവരെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ഏത് ആക്റ്റിലാണ് വരുന്നതെന്ന് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്, ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഏതാണെന്നുള്ളത്? പറയാം. 1860 45 കേന്ദ്ര ആക്ട് പ്രകാരമാണ് അവിടുത്തെ തടവ് പുള്ളികളെ ഒരു പബ്ലിക് സെർവൻ്റായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് കേട്ടോ. വർഷം ഓർത്തിരിക്കണം, 1860 45 കേന്ദ്ര ആക്ട് കേട്ടോ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമ സംഹിതയുടെ അർത്ഥവ്യാപ്തിക്കുള്ളിൽ വരുന്ന അവരെ പബ്ലിക് സെർവൻ്റായിട്ട് കണക്കാക്കാൻ പറ്റും എന്നാണ് കേട്ടോ ഈ 1865 60 45 കേന്ദ്ര ആക്ട് പറയുന്നത്. ഓർത്തിരിക്കണേ, ഡേറ്റ് ഓർത്തിരിക്കണേ, 1860. അതിനനുസരിച്ചിട്ടാണ് പബ്ലിക് സെർവൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി ജയിൽ ട്രെയിനിങ് സ്കൂൾ 1987 പൂജപ്പുരയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ജയിൽ ട്രെയിനിങ് സ്കൂൾ ഏത് വർഷമാണ് ആരംഭിക്കുന്നത്? 1987 ആരംഭിക്കുന്നത്. എവിടെയാണ്? പൂജപ്പുരയിലാണ് സ്ഥാപിക്കുന്നത്. പിന്നീട് ഇത് 1988 എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. സിക്ക കേട്ടോ, അതിൻ്റെ മുഴുവൻ നാമം അറിഞ്ഞിരിക്കണം. സിക്ക മുഴുവൻ നാമം എന്താണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഒന്നുമില്ല, ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സ്കൂൾ, അതാണ് സിക്ക എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് 1987 പൂജപ്പുരയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീട് അത് എന്ത് ചെയ്തു? 1988 എന്ത് ചെയ്തു? അതിൻ്റെ പേരങ്ങ് മാറ്റി സിക്ക എന്നാക്കി. പിന്നീട് തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്തു? 2010 സിക്ക എക്സ്റ്റൻഷൻ സെൻ്ററുകൾ നിലവിൽ വന്നിട്ടുണ്ട്. തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് 2010 സിക്ക എക്സ്റ്റൻഷൻ സെൻ്ററുകൾ നിലവിൽ വരുന്നത്. 1975 സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപീകരിച്ച് കൈമാറും വരെ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളായിട്ടുണ്ടായിരുന്ന ആഫ്റ്റർ കെയർ ഹോം, വികലാംഗർക്കായിട്ടുള്ള റെസ്ക്യൂ ഹോം,
കെയർ ഹോം, ആഫ്റ്റർ കെയർ ഷെൽട്ടേഴ്സ്, റിമാൻഡ് ഹോം, പ്രൊബേഷനും ഫോളോ അപ്പ് സേവനങ്ങളും തുടങ്ങിയവയുടെ നിയന്ത്രണം ആർക്കായിരുന്നു? ജയിൽ വകുപ്പിനായിരുന്നു കേട്ടോ. 1975 വരെ, അതായത് 1975 സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപീകരിക്കുന്നത്. ആ സമയം വരെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളൊക്കെ ആരുടെ നിയന്ത്രണം, ആരുടെ കീഴിലായിരുന്നു? ജയിൽ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. ഈ ജയിൽ വകുപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടൊന്നും കൂടെ പറയുകയാണ്. നമ്മുടെ ഈ ജയിൽ ഭരണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ജയിൽ ഭരണം ഉൾക്കൊള്ളുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൺകറൻറ്റ് ലിസ്റ്റിലാണോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, അല്ലെങ്കിൽ എന്താണ് യൂണിയൻ ലിസ്റ്റിലാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. 1983 ഒരു പ്രത്യേക ജയിൽ IG തസ്തിക സൃഷ്ടിക്കുകയും ഏറ്റവും സീനിയർ ആയിട്ടുള്ള സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ശ്രീ ജോണിനെ ജയിൽ IG ആയി നിയമിക്കുകയും ചെയ്തു. അതുവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്നു ജയിൽ IG ചുമതല വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്? 1983 എന്ത് ചെയ്യാണ്? ഒരു സ്പെഷ്യൽ IG തസ്തിക സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്? ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിട്ടുള്ള ശ്രീ ജോൺ, അദ്ദേഹത്തെ അവിടെ IG ആയിട്ട് നിയമിക്കുകയും ചെയ്തു. അതുവരെ ഇത് എന്താണ് IG തസ്തിക സൃഷ്ടിക്കുന്നത് വരെ ആരായിരുന്നു ഈ IG ചുമതല നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്? അത് സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരുന്നു. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പദവിയിലിരിക്കുന്ന ആളായിരുന്നു ജയിൽ IGയുടെ ചുമതലകളൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. 1981 മേഖലാ സംവിധാനം രൂപീകരിക്കുകയും കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ AIG സൃഷ്ടിച്ച് നിയമനം നടത്തി. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിരുന്നു ദക്ഷിണ മേഖലയുടെ ചുമതല വഹിച്ചിരുന്നത്. 2000 AIG തസ്തിക ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിട്ട് ഉയർത്തി. ഇതിൽ ഈ 1981 മേഖലാ സംവിധാനം രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ ഈ മേഖലാ സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജയിൽ സംവിധാനത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? 3 ഭാഗങ്ങളായിട്ട് ഇതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദക്ഷിണം, മധ്യം, ഉത്തരം, അങ്ങനെ പറഞ്ഞിട്ട് 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 മേഖലയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ രൂപീകരിച്ചിട്ട് കോഴിക്കോടും തൃശ്ശൂരും അവിടങ്ങളിൽ എന്തായി? ഒരു AIG ഒരു നിയമനം എന്താണ് നടത്തി. ഒരു AIG എന്ന് പറഞ്ഞിട്ടുള്ളൊരു തസ്തിക രൂപീകരിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ നിയമനം നടത്തി. അങ്ങനെ 2000 എന്താക്കി? ഈ AIG തസ്തിക എന്ത് ചെയ്തു? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്നാക്കിയിട്ട് ഉയർത്തുകയാണ് ഉണ്ടായത്. AIG എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്നാണ് കേട്ടോ AIG. അത് പിന്നീട് എന്തായിട്ടുണ്ട്? 2000 അത് എന്താക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിട്ട് ഉയർത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ് മേഖല എന്താണ് ഓരോ മേഖലയുടെയും മേധാവി കേട്ടോ. DIG ആണ്. ഓരോ മേഖലാ സംവിധാനത്തിൻ്റെയും DIG ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് DIG ആണ്. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ് അതെന്ന് പറയുന്നത്. അത് ആരായിരുന്നു? ആദ്യം AIG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയായിരുന്നു. എന്താണ് DIG ആയിട്ട് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഈ നമ്മുടെ ഓരോ മേഖലയിലും, കേരളത്തിലെ ഓരോ മേഖലയിലെയും മേധാവി എന്ന് പറയുന്നത് ആരാണ്? ഓരോ മേഖലയിലത്തെ DIG ആണ് കേട്ടോ. DIG നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. ഞാൻ മുന്നേ പറഞ്ഞതാണ്, എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളുടെ ഈ അധികാര വിന്യാസം നമ്മളെന്തായാലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ? ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ടുണ്ടാവും. അപ്പോൾ ആരാണ് ജയിൽ വകുപ്പിൻ്റെ തലവൻ എന്ന് പറയുന്നത്? ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിലെ DGP ആണ് അല്ലേ? DGP ആണ് തലവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആര് വരുന്നുണ്ട്? DIG ഓഫ് പ്രിസൺസ് എന്ന് വരുന്നുണ്ട്. ആരാണത്? ഓരോ മേഖലയുടെയും എന്താണ് പദവി നിർവഹിക്കുന്ന, ഓരോ മേഖലയും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? DIG ആയിരിക്കും കേട്ടോ. അതാത് മേഖലകളിലുള്ള DIG ആയിരിക്കും. അതാത് മേഖലകൾ ഇപ്പോൾ ഉത്തരം, മധ്യം, ദക്ഷിണം 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 3 മേഖലകളിലെയും എന്താണ് ആ 3 മേഖലകളുടെയും എന്താണ് നോക്കുന്നത് ആരായിരിക്കും? കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? DIG ഓഫ് പ്രിസൺസ് ആയിരിക്കും. അതിന് കീഴിൽ ആരാണ് വരുന്നത്? ജയിൽ സൂപ്രണ്ടാണ് വരുന്നത്. അതിന് കീഴിൽ ജോയിൻറ്റ് സൂപ്രണ്ട്, അതിന് കീഴിൽ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട്, അതിന് കീഴിലാണ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ. പിന്നീട് ആര് വരുന്നു? പ്രിസൺ ഓഫീസർ വരുന്നു. പിന്നീട് അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ അല്ലേ നമ്മുടെ തസ്തിക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അധികാര വിന്യാസം എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. തലവൻ ആരാണ്? DGP ആണ് അല്ലേ? അതെന്താണ് DGP എന്ന് പറഞ്ഞാൽ? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ്. പിന്നെ ആര് വരുന്നു? DIG ഓഫ് പ്രിസൺസ് ആണ്. DGP, DIG, ജയിൽ സൂപ്രണ്ട്,
ജോയിൻറ്റ് സൂപ്രണ്ട്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, പിന്നെ ആരാണ് വരുന്നത്? അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ. അപ്പോൾ ഇത്രയാണ് ജയിൽ വകുപ്പിൻ്റെ അധികാര വിന്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കിയിരിക്കും. സംസ്ഥാന ജയിൽ വകുപ്പ് എത്ര മേഖലയായിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്? എത്ര മേഖലയാണ്? ഞാൻ പറഞ്ഞു 3 മേഖലയായിട്ടാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല എന്നിങ്ങനെ ജയിൽ വകുപ്പിനെ 3 മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉത്തരം, മധ്യം, ദക്ഷിണം കേട്ടോ. ഓരോ മേഖലയിലൂടെയും മേധാവിയായിട്ട് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിട്ട് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ മേഖലയിലെ മേധാവി ആരാണ്? DIG ആണ് കേട്ടോ. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓരോ മേഖലയിലൂടെ ആണ് കേട്ടോ. 3 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മേഖലയുടെയും മേധാവിയാണ് ഇതിൽ നേതാവി എന്നാണ്. മേധാവിയാണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയുന്നത്. ഇനി 1894 ഇന്ത്യൻ പ്രസിഡന്റ് 1950 ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് എന്നിവ ആധാരമാക്കിയിട്ട് 1958 എന്ത് ചെയ്യുന്നു? കേരള പ്രിസൺസ് റൂൾസ് നിലവിൽ വരുന്നു. അപ്പോൾ കേരള പ്രിസൺസ് റൂൾ 1958 നിലവിൽ വരുന്നത്. എന്തിനെ ആധാരമാക്കിയിട്ടാണ് വരുന്നത്? 1894 ഇന്ത്യൻ പ്രസിഡന്റ് 1950 ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് എന്നിവയെ ആധാരമാക്കിയിട്ടാണ് 1958 കേരള പ്രിസൺസ് റൂൾ നിലവിൽ വരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? 2014 ആധുനിക തെറ്റുതിരുത്തൽ ആശയങ്ങളെ അടിസ്ഥാനമാക്കി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ചട്ടങ്ങൾ 2014 നിലവിൽ വന്നു. അത് നമുക്ക് നോക്കാവേ. അപ്പോൾ നിലവിൽ നമ്മുടെ കേരള ജയിൽ വകുപ്പ് മേധാവി ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓരോ തവണ ഈ ടോപ്പിക് എടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് കേട്ടോ. ബൽറാം കുമാർ ഉപാധ്യായ IPS ആണ് നിലവിലെ DGP കേട്ടോ. കേരള ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ IPS. നമ്മൾ ഈ 2014 സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 2014 നിലവിൽ വന്ന ഈ സർവീസ് ചട്ടങ്ങളിൽ നമ്മൾ കുറച്ച് വേർഡുകൾ, അതെന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്നാൽ അതിനുള്ളൊരു നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്നാൽ എന്താണ്? തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെടാവുന്ന ഏതെങ്കിലും കുറ്റത്തിന് കുറ്റസ്ഥാപനം ചെയ്യപ്പെട്ട ആളോ 1973 ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 117 വകുപ്പ് പ്രകാരം ജാമ്യം നൽകുവാൻ ഉത്തരവായിട്ടുള്ളതും ജാമ്യം നൽകുന്നതിൽ വീഴ്ച വരുത്തിയതും അങ്ങനെ കുറ്റസ്ഥാപനം നടത്തുന്ന സമയത്തോ ജാമ്യം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ സമയത്തോ 18 വയസ്സിൽ കുറയാത്തതും എന്നാൽ 21 വയസ്സിൽ കൂടാത്തതുമായ ഏതെങ്കിലും ഒരാൾ, അവരെയാണ് കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? 18 വയസ്സിൽ കുറയാത്തതും എന്നാൽ എന്താണ്? 21 വയസ്സിൽ കൂടാത്തതുമായിട്ടുള്ള ഒരു വ്യക്തി. തൻ്റെ വിചാരണ നിലവിലിരിക്കുന്ന സമയത്ത് പ്രിസൺ കസ്റ്റഡിയിലേക്ക് അയക്കുന്ന സമയത്ത് 18 വയസ്സിൽ കുറയാത്തതും 21 വയസ്സിൽ കൂടാത്തതുമായ ഏതെങ്കിലും ആളോ എന്നർത്ഥമാകുന്നു. എന്താണ്? കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം കേട്ടോ. കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്തിരിക്കണേ. ഈ കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് എന്തോ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ വണ്ടൂർ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? ആകെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു അല്ലേ അത്. എന്താ പറയുക, എന്താണ് മക്കളൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. 14 വയസ്സുള്ള കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ആ കുട്ടി എന്ത് വിശ്വസിച്ചിട്ട് അവരുടെ കൂടെ പോയി എന്നറിയില്ല. മുന്നേ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പോലും. എന്നിട്ടും ആ കുട്ടി അവരെ സഹപാഠിയുടെ കൂടെ പോയി എന്ന് പറയുന്നത്. 16 വയസ്സേ ഉള്ളൂ ആ ചെക്കനും. അവന് ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരെ മനസ്സിലുണ്ടാവുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഈ കൗൺസിലിംഗ് കുട്ടികൾക്ക് സ്കൂളിൽ കൗൺസിലിംഗ് കൊടുക്കുന്നത് എവിടെ എത്തുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ ഉൾപ്പെടുന്നതാണ് സ്കൂളുകളിൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. പക്ഷെ അത് എവിടെയും എത്തണില്ല. ഭയങ്കര എന്താണ്, അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല. അവർ പ്രവർത്തിക്കുന്ന റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇനി ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇനി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ഇപ്പം അവന് മനസ്സിലായി എന്താണ്, അവൻ പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ അവന് എന്താണ്, ജുവനൈൽ ഹോമിലേക്കാണ് അയക്കുന്നത്. അവിടെ എന്താണ്, അവന് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. അവന് എന്താണ്, ശാരീരികമായിട്ട് ആരും ഉപദ്രവിക്കാൻ പാടില്ല. അവന് ശിക്ഷയില്ല. ശിക്ഷയുണ്ട്. എന്താണ് അവിടെ ശിക്ഷ അവന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനെ ഒരു തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ എന്താ ശിക്ഷ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു ന്യൂസായിപ്പോയി അത്. നമ്മുടെ ഇവിടെ അടുത്താണ്, അത്ര അടുത്തല്ല, അറിയാം. വണ്ടൂർ. എന്തായാലും വല്ലാത്തൊരവസ്ഥ. ആർക്ക് പോയി? ആ കുട്ടിക്ക് പോയി, അവരുടെ പേരൻസിനും പോയി. അവരുടെ പേരൻസിന് പറയാനുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം
ഇപ്പോൾ നമ്മൾ സൈക്കോളജി പഠിച്ചപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു 12 വയസ്സ് മുതൽ എന്താണ് ഒരു കുട്ടി എന്താണ് ഒരു കുടുംബജീവിതം നയിക്കാൻ പ്രാപ്തിയുള്ള ആ ഒരു സമയമാണ് 12 വയസ്സ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് എന്താണ് അവരുടെ ഇതാണ് അവർക്കൊരു മനോഭാവം, ഒരു വിചാരങ്ങളൊക്കെ ഉണരുന്ന ഒരു സമയമാണ് 12 വയസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവനവൻ്റെ മക്കളുടെ വിചാരങ്ങളൊക്കെ അത്യാവശ്യമെങ്കിലും നമുക്ക് അമ്മമാർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം. എപ്പോഴും ജോലി അല്ലെങ്കിൽ തിരക്ക് എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഭാവി വെള്ളത്തിലായി പോകും. കുറച്ചൊക്കെ നമ്മുടെ മക്കളെ മനസ്സിലാക്കാനുള്ളൊരു കഴിവും കൂടെ വേണം. ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളോ ഇന്നും 7 മണിയോ 6 മണിയോ കഴിഞ്ഞാൽ പുറത്തുവിടാൻ പറ്റാത്ത അവസ്ഥയാണ്. മറ്റേത് ആൺകുട്ടികൾക്ക് 6 മണി 7 മണി കഴിഞ്ഞ് എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. അപ്പോൾ അവർ ഇരുട്ടിയിട്ട് വന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതല്ല. ആ കുട്ടി എന്തോ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തായിരുന്നു എന്ന് പറയുന്നത്. എവിടുന്ന് അതൊക്കെ കിട്ടുന്നത് ആ കുട്ടിക്ക്? അങ്ങനെ ഒരു സപ്ലൈ ആരാണ് സ്കൂളിൻ്റെ പരിസരത്തൊക്കെ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന പല നല്ല നല്ല പദ്ധതികൾ എവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഈ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇതിനെതിരെ കുറേ നമ്മൾ അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പദ്ധതികൾ അതും എല്ലായിടത്തും കൂടെ എത്താനുള്ളൊരു ഊർജിതമായിട്ടുള്ളൊരു പരിപാടിയും കൂടെ സർക്കാർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അത് എൻ്റെ അഭിപ്രായമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അതാണ് കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ആ കുട്ടീനെ അവിടെ ഉയർത്തിയിട്ട് കൊണ്ടുവരികയാണെന്നുള്ളൊരു ബോധം ആ കുട്ടിക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ശിക്ഷ കിട്ടുകയുള്ളൂ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇനി പ്രായപൂർത്തിയായ തടവുകാരൻ എന്താണ് നിർവചനം? 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു തടവുകാരൻ. പ്രായപൂർത്തിയായ തടവുകാരൻ 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു തടവുകാരൻ എന്നാണ് പ്രായപൂർത്തിയായ തടവുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് തന്നെ 18 വയസ്സെന്ന് കാണുമ്പോൾ പ്രായപൂർത്തി എന്നാൽ 18 വയസ്സ് അല്ല. നമ്മുടെ ഇതിൽ പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് പറയുന്നത് 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകളാണ്. നമ്മളെ ബോസ്റ്റൽ സ്കൂളിൽ 18 മുതൽ 21 വയസ്സ് വരെയുള്ള തടവ് പുള്ളികളെയാണ് പാർപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ബോസ്റ്റൽ സ്കൂളിൽ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 വയസ്സ് വരെയാണ് എവിടെ താമസിപ്പിക്കുകയുള്ളൂ? ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുകയുള്ളൂ. ഇനി ആഫ്റ്റർ കെയർ ഹോം. ആഫ്റ്റർ കെയർ ഹോം എന്ന് പറഞ്ഞാൽ വിട്ടയക്കപ്പെട്ട തടവുകാരെ സാധാരണ ഉത്തമ പൗരന്മാരാക്കുന്നതിന് വേണ്ടി സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച ഒരു സ്ഥാപനം എന്നാണ് ആഫ്റ്റർ കെയർ ഹോം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആഫ്റ്റർ കെയർ സർവീസ് എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ട തടവുകാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുനരധിവാസം ലക്ഷ്യമാക്കിയിട്ട് ഉത്തമ പൗരന്മാരുടേതുപോലുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കാനുള്ള ഒരു സേവനം അല്ലെങ്കിൽ പ്രവർത്തനം എന്നാണ് ആഫ്റ്റർ കെയർ സർവീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി, പ്രായപൂർത്തിയായ തടവുകാരൻ, ആഫ്റ്റർ കെയർ ഹോം, ആഫ്റ്റർ കെയർ സർവീസ്, ഇത്രയും നിർവചനങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണേ. തടവുകാരുടെ അകാല വിടുതൽ സംബന്ധിച്ച ആക്ടിലെ 77-ാം വകുപ്പ് 1 ഉപവകുപ്പ് പ്രകാരം രൂപീകരിച്ച ഉപദേശക സമിതിയുടെ ശുപാർശകൾക്കെതിരായിട്ടുള്ള പരാതികൾ, അപേക്ഷകൾ എന്നിവ പരിഗണിച്ച് ഉപദേശക സമിതിയുടെ ശുപാർശകൾ അവലോകനം ചെയ്ത് ആയത് സ്ഥിരീകരിക്കുകയോ തള്ളുകയോ വിപരീതമാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശുപാർശ സർക്കാരിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാനതല ഉപദേശക സമിതി ഉണ്ടെന്ന് മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടുന്നത് ഈ സംസ്ഥാനതല ഉപദേശക സമിതിയിൽ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിവിടെ എടുത്തത്. അപ്പോൾ നമുക്കതിലുള്ള അംഗങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അതിൽ ചെയർമാൻ ആരായിരിക്കും? റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും കേട്ടോ. സംസ്ഥാനതല ഉപദേശക സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഇനി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പർ സെക്രട്ടറി ആയിരിക്കും. നിയമവകുപ്പ് സെക്രട്ടറി ഒരു മെമ്പറായിരിക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി ഒരു മെമ്പറായിരിക്കും. പിന്നീട് ഒരു അനൗദ്യോഗിക ഉണ്ടായിരിക്കും. സർക്കാർ നിയമിക്കുന്ന തടവുകാരുടെ സംശുദ്ധീകരണവും സാർമാംഗീകരണവും സംബന്ധിച്ച ഭരണനിർവഹണത്തിൽ അനുഭവ സമ്പത്തും പ്രാഗൽഭ്യവുമുള്ള ഒരു അനൗദ്യോഗിക അംഗവും ഉണ്ടായിരിക്കും മെമ്പറായിട്ട്. പിന്നെ ഈ ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും കേട്ടോ. അതായത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ കാലാവധി എത്രയായിരിക്കും? 3 വർഷമായിരിക്കും. പരമാവധി 5 വർഷം വരെ കാലാവധി നീട്ടി നൽകുവാൻ സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ സംസ്ഥാനതല ഉപദേശക സമിതിയുടെ ചെയർമാൻ്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. പരമാവധി 5 വർഷത്തേക്ക് സർക്കാരിന് നീട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അധികാരമുണ്ടായിരിക്കും.
അനൗദ്യോഗിക അംഗത്തിൻ്റെ കാലാവധി 5 വർഷമായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ ഈ അനൗദ്യോഗിക അംഗം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ അവരുടെ കാലാവധി എന്താണ്? 5 വർഷമായിരിക്കും. പക്ഷേ മതിയായ കാരണങ്ങളിൽ സർക്കാരിന് മേൽ പറഞ്ഞ കാലാവധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എന്താണ് അവരുടെ നിയമനം റദ്ദ് ചെയ്യാവുന്നതുമാണ്. 6 മാസത്തിലൊരിക്കൽ സർക്കാർ ആവശ്യപ്പെടുമ്പോഴോ ആണ് സമിതി വിളിച്ചു ചേർക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ എന്താണ് സർക്കാർ ആവശ്യപ്പെടുമ്പോഴോ ആണ് സംസ്ഥാനതല ഉപദേശക സമിതി എന്താണ് വിളിച്ചു ചേർക്കേണ്ടത്. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഇവിടെ നിന്ന് ഓർത്തിരിക്കണേ. ഇനി അടുത്ത ടോപ്പിലേക്ക് പോവാണ്, വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ പോസ് ചെയ്തിട്ട് ആവശ്യമുള്ളത് നോട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ പഠിച്ചിട്ട് പോവാട്ടോ. കൂട്ടത്തിൽ നമുക്കൊരു 2 വേർഡും കൂടെ ഒന്ന് നോക്കാനുണ്ട്. ഡെറ്റിന്യൂ. എന്താണ് ഡെറ്റിന്യൂ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും നിയമത്തിന് കീഴിൽ കരുതൽ തടങ്കിന് വ്യവസ്ഥ ചെയ്യാൻ ക്ഷമതയുള്ള ഒരു അധികാരസ്ഥാനം പുറപ്പെടുവിച്ച വാറണ്ടോ റിട്ടോ ഉത്തരവോ വഴി ഒരു പ്രസിഡന്റിലേക്ക് അയക്കപ്പെട്ട ഏതൊരാളും എന്നർത്ഥമാകുന്നതും തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ട ഏതൊരാളും എന്നാണ് ഡെറ്റിന്യൂ എന്നതുകൊണ്ട് ഉത്തരവാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കരുതൽ തടങ്ക്? അത് ആലോചിച്ചാൽ മതി കേട്ടോ. കരുതൽ തടങ്കിന് വ്യവസ്ഥ ചെയ്യുന്ന ഒരാൾ എന്താണ് ഡെറ്റിന്യൂ എന്ന പദം കൊണ്ട് അവിടെ അയാളെന്താണ് നിർവചിച്ചിരിക്കുകയാണ്. അയാൾ എന്താണ് ഉപയോഗിക്കുന്ന പദമാണ് ഡെറ്റിന്യൂ എന്ന് പറയുന്നത് കേട്ടോ. പിന്നീടുള്ളതാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി ടിക്കറ്റ് എന്താണ്? ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റോ അതിന് കീഴിൽ ഉണ്ടാക്കപ്പെട്ട ചട്ടങ്ങൾ പ്രകാരമോ ഒരു തടവുകാരനെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യമായ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ടിക്കറ്റ്. അത്രയാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു തടവുകാരനെ സംബന്ധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു ടിക്കറ്റ്, അതാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡെറ്റിന്യൂ, ഹിസ്റ്ററി ടിക്കറ്റ്, ഈ 2 വേർഡും അതിൻ്റെ നിർവചനം ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ജയിൽ ആസ്ഥാന കാര്യാലയത്തെക്കുറിച്ച് പഠിക്കാം. എവിടെയാണ് ആസ്ഥാനം? പൂജപ്പുര, തിരുവനന്തപുരമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് എന്താണ് മേലധികാരി അല്ലെങ്കിൽ എന്താണ് മേധാവി എന്ന് ഞാൻ പറഞ്ഞു, DGP. വിവിധ നവീകരണ പദ്ധതികൾക്ക് കീഴിലുള്ള ഫണ്ട് വിനിയോഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രിത്തലവനാണ് കേട്ടോ. മന്ത്രിത്തലവൻ എന്നാണ് 12 എന്നല്ല കേട്ടോ. മന്ത്രിത്തലവനാണ് പ്രോഗ്രാം ഓഫീസർ. ചീഫ് വെൽഫെയർ ഒന്നും കൂടെ പറയാം. വിവിധ നവീകരണ പദ്ധതികൾക്ക് കീഴിലുള്ള ഫണ്ട് വിനിയോഗം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പ്രോഗ്രാം ഓഫീസറാണ് കേട്ടോ. എൻ്റെ മന്ത്രിത്തലവൻ ആരാണ്? പ്രോഗ്രാം ഓഫീസറായിരിക്കും. പല നവീകരണ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഫണ്ട് വിനിയോഗം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പ്രോഗ്രാം ഓഫീസറായിരിക്കും. ഇനി ചീഫ് വെൽഫെയർ ഓഫീസർ എന്താണ് ചെയ്യുന്നത്? തടവുകാരുടെ ക്ഷേമത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തിരുത്തൽ സേവനങ്ങൾക്ക് കീഴിൽ വരുന്ന പരിപാടികളായിരിക്കും ചീഫ് വെൽഫെയർ ഓഫീസർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ജയിൽ ആസ്ഥാന വകുപ്പിൽ ആസ്ഥാന കാര്യാലയത്തിൽ നമുക്ക് കൂടുതലായിട്ട് നോക്കേണ്ടത് ആസ്ഥാനം എവിടെയാണ്, പിന്നെ അതിൻ്റെ മേധാവി കേട്ടോ. ഈ DGPക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടായിരിക്കും. പിന്നെന്താണ് നമ്മളുടെ ഈ സാമ്പത്തികമായിട്ടുള്ള എന്താണ് കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സീനിയർ ഫിനാൻസ് ഓഫീസറും ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഈ ജയിൽ വകുപ്പിനെ എന്താണ് 24 മണിക്കൂറും എന്താണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു കൺട്രോൾ റൂമും ഈ ജയിൽ ആസ്ഥാന കാര്യാലയത്തിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ടൈപ്സ് ഓഫ് ജയിലിലേക്ക് പോവാം. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നോക്കുന്നത് സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോമാണ് കേട്ടോ. സെൻട്രൽ ജയിൽ എങ്ങനെയാണ്? 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയും കരുതൽ തടവുകാരെയുമാണ് സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെയും സിവിൽ ശിക്ഷ വിധിച്ചവരെയും സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന തടവുകാരെയുമാണ് എന്താണ് സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് 6 മാസത്തിൽ കൂടുതൽ ആ വേർഡ് ഓർത്തിരിക്കണം. 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ ആളുകളെ ഇവിടെ പാർപ്പിക്കുന്നു, സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നു. ഏത് ടൈപ്പാണെന്നും കൂടെ, ഏത് ടൈപ്പോ എന്താണ് കുറ്റവാളികളാണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. കരുതൽ തടവുകാർ, പിന്നെ സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവർ, സിവിൽ ശിക്ഷ വിധിച്ചവർ, പിന്നെന്താണ് സുരക്ഷാ കാരണങ്ങൾ മറ്റ് ജയിലുകളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്ന തടവുകാരെയും. ഇത്രയും ജയിലുകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. സെൻട്രൽ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര തിരുവനന്തപുരം, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂർ തൃശ്ശൂർ, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പള്ളിക്കുന്ന് കണ്ണൂർ, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ മലപ്പുറം. 2002 കേട്ടോ, 2022 പണി കഴിപ്പിച്ചതാണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്, കേരള സർക്കാർ നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിലാണ് മലപ്പുറം തവനൂരുള്ളത് കേട്ടോ. 2022 പണി കഴിപ്പിച്ചിട്ടുള്ള ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള എന്താണ്
ഈ തവനൂർ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ജയിൽ കേരള സർക്കാർ നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിലാണ്. ഓർത്തിരിക്കണേ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ വന്നതാണ്, PVK ആണ്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം രൂപീകരിച്ച സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 2022 രൂപീകരിച്ചിട്ടുള്ള തവനൂർ മലപ്പുറം സെൻട്രൽ ജയിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ U ആകൃതിയിലുള്ള കേരളത്തിലെ സെൻട്രൽ ജയിലും കൂടിയാണ് തവനൂർ എന്ന് പറയുന്നത് കേട്ടോ. U ആകൃതിയിലുള്ള കേരളത്തിലെ സെൻട്രൽ ജയിലാണ് എന്തെന്ന് പറയുന്നത്? തവനൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തവനൂർ മലപ്പുറം മുന്നേ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് തവനൂരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും പോയിന്റുകൾ എന്തായാലും ഓർത്തിരിക്കണേ. ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോം എന്താണ്? തുറന്ന ജയിൽ. കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മതിൽക്കെട്ടുകൾ ഇല്ലാത്ത ജയിലുകളാണ് തുറന്ന ജയിൽ എന്ന് പറയുന്നത്. ആത്മനിയന്ത്രണവും സാമൂഹിക ഉത്തരവാദിത്വവുമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരെയാണ് ഇത്തരം ജയിലുകൾ പ്രവേശിപ്പിക്കുന്നത്. തുറന്ന ജയിലുകളുടെ എണ്ണം എത്രയാണ്? 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം നെട്ടുകാൽത്തേരി തിരുവനന്തപുരം. അത് നിലവിൽ വന്നത് 1962 കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ നിലവിൽ വന്നത്, ആദ്യത്തെ തുറന്ന ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1962 ഓർത്തിരിക്കുക. ഇനി ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം ചീമേനി കാസർഗോഡ്, അത് പ്രവർത്തനം ആരംഭിച്ചത് 2007 കേട്ടോ. 2007. ഇനി വുമൺ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര 2013 കേട്ടോ. 2013 കേരളത്തിൽ ആകെയുള്ളൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആകെയുള്ളൊരു തുറന്ന ജയിലാണ് വുമൻ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എന്ന് പറയുന്നത് പൂജപ്പുരയിലുള്ളത്. 2013 അത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തുറന്ന ജയിലിൻ്റെ എണ്ണം എത്രയാണ്? 3 ഓർത്തിരിക്കുക. ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ 1962 നെട്ടുകാൽത്തേരി തിരുവനന്തപുരത്ത് ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഹൈ സെക്യൂരിറ്റി പ്രിസൺ അഥവാ അതീവ സുരക്ഷാ ജയിൽ എന്ന് പറയുന്നത് എന്താണ്? 2019 ജൂലൈ 3 വിയ്യൂർ, കേരളത്തിലെ ആദ്യത്തെ ഒരേ ഒരു അതീവ സുരക്ഷാ ജയിൽ എവിടെയാണ് വരുന്നത്? വിയ്യൂരാണ്. ഏത് വർഷം? 2019 ജൂലൈ 3 കേട്ടോ. 2019 ജൂലൈ 3 വിയ്യൂരാണ് കേരളത്തിലെ ആദ്യത്തെ അതീവ സുരക്ഷാ ജയിൽ നിലവിൽ വരുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ പറയാം. 600 തടവുകാരെയാണ് പാർപ്പിക്കാൻ ശേഷിയുള്ളത്. 192 സെല്ലുകളാണ് അതിലുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ട്. മുന്നേ വന്നിട്ടുള്ളതാണ്, വിവേക്കാണ് കേട്ടോ. ആരൊക്കെയാണ്? അപകടകാരികളായിട്ടുള്ള തടവുകാർ, തീവ്രവാദികൾ, രാജ്യദ്രോഹ തടവുകാർ, മാവോയിസ്റ്റ് കേസ് പ്രതികൾ. അപ്പോൾ ഇത്രയും പേരെയാണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടതായിട്ടുള്ള തടവ് പുള്ളികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതീവ സുരക്ഷാ ജയിൽ എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്? 2019 ജൂലൈ 3 എവിടെയാണ്? വിയ്യൂരാണ്. അടുത്തത് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം. ഈ സ്ഥാപനം ശിക്ഷാ കാലാവധി പരിഗണിക്കാതെ വനിതകളായിട്ടുള്ള എല്ലാ ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എത്രയാണ് എണ്ണം? 3 വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണുള്ളത്. 3 കേട്ടോ. ഏതൊക്കെയാണ്? വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തിരുവനന്തപുരം, വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂർ, വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം കണ്ണൂർ. അങ്ങനെ 3 വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ് ഉള്ളത്. ഇനി ജില്ലാ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 13 ജില്ലാ ജയിലാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് 14ാമത്തെ ഇല്ലാത്തത്? നേരത്തെ പറഞ്ഞല്ലോ. എവിടെയാണ്? മലപ്പുറം തവനൂർ 2022 സെൻട്രൽ ജയിലാണ് വന്നിട്ടുള്ളത്. മലപ്പുറത്ത് ഇല്ല, ജില്ലാ ജയിലില്ല, സെൻട്രൽ ജയിലാണുള്ളത്. അപ്പോൾ ജില്ലാ ജയിലുകളുടെ എണ്ണം 13. മറക്കരുത്, 13. 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെ കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണ്? ജില്ലാ ജയിലുകളാണ്. 6 മാസം വരേക്കുള്ളവരെയാണ് ജില്ലാ ജയിലുകളിൽ പാർപ്പിക്കുന്നത്. ഇനി അടുത്തത് ബോസ്റ്റൽ സ്കൂള്. ബോസ്റ്റൽ സ്കൂളുകളുടെ എണ്ണം എത്രയാണ്? ഒരൊറ്റ ബോസ്റ്റൽ സ്കൂള് നിലവിൽ കേരളത്തിലുള്ളൂ അല്ലേ. എവിടെയാണ്? തൃക്കാക്കര, എറണാകുളത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. 1995 കണ്ണൂരിൽ നിന്നും മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. ഏത് ഏജിലുള്ളവരെയാണ്? 18 മുതൽ 21 ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നതാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെയാണ് ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത്. ഈ ബോസ്റ്റൽ സ്കൂള് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവരുടെ ഏജ് 18 മുതൽ 21 വയസ്സ് വരെ ചിലപ്പോൾ തിരിച്ചും ചോദിക്കാറുണ്ട്. ഇത് ചോദ്യമായിട്ട് തന്നിട്ട് ഏത് ജയിലിൽ പാർപ്പിക്കും അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് സ്പെഷ്യൽ സബ് ജയിൽ. എന്താണ് സ്പെഷ്യൽ സബ് ജയിൽ? 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറയുന്നത് കേട്ടോ. 3 മാസം വരെ സ്പെഷ്യൽ സബ് ജയിൽ 3 മാസം വരെ. എത്ര എണ്ണമുണ്ട്? 16 സ്പെഷ്യൽ സബ് ജയിലാണ് ഉള്ളത്. 16 സ്പെഷ്യൽ സബ് ജയിലാണ് ഉള്ളത്. എണ്ണം ഓർത്തിരിക്കണം കേട്ടോ. സബ് ജയിലാണെങ്കിലോ
1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് അല്ലെങ്കിൽ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സബ് ജയിൽ എന്ന് പറയുന്നത് കേട്ടോ. എണ്ണം എത്രയാണ്? 16 സബ് ജയിലാണ് നിലവിലുള്ളത്. ഓർത്തിരിക്കണം, 1 മാസത്തിൽ കുറയാത്ത കേട്ടോ, 1 മാസത്തിൽ കുറയാത്ത. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കുട്ടീനെ മാറ്റിയിരിക്കുന്നത് എങ്ങോട്ടാണ്? ജുവനൈൽ ഹോമിലേക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എവിടേക്കായിരിക്കും മാറ്റിയിരിക്കേണ്ടത്, എവിടേക്കായിരിക്കും മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ, എവിടേക്കാണ് പാർപ്പിക്കുന്നത്, ഇതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. സ്പെഷ്യൽ ഹോം. എന്താണ് സ്പെഷ്യൽ ഹോം എന്ന് പറയുന്നത്? ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുറ്റകൃത്യം ചെയ്തതായി കണ്ടെത്തിയ കുട്ടികളെ പാർപ്പിക്കുന്നതാണ് സ്പെഷ്യൽ ഹോം എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? കുറ്റകൃത്യം ചെയ്തതായിട്ട് കണ്ടെത്തുകയാണ്. അപ്പോൾ അവരെ പാർപ്പിക്കുന്ന, അങ്ങനെയുള്ള കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? സ്പെഷ്യൽ ഹോമിലാണ്. ഇനി കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണ്, അങ്ങനെയുള്ള കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ഒബ്സർവേഷൻ ഹോമിലാണ് കേട്ടോ. ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. അപ്പോഴേ നമുക്ക് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. എന്താണ്? കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അന്വേഷണം തീരുന്നത് വരെ എവിടെ താമസിപ്പിക്കണം? ഒബ്സർവേഷൻ ഹോമിൽ അവരെ നിരീക്ഷിക്കണം. തീരുന്നത് വരെ എന്ത് ചെയ്യണം? അവരെ നിരീക്ഷിക്കണം. അങ്ങനെയുള്ള കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ഒബ്സർവേഷൻ ഹോമിലാണ്. ഇനി 16 മുതൽ 18 വയസ്സ് വരെയുള്ള ഇടയ്ക്കുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ എവിടെ പാർപ്പിക്കുന്നു? പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലാണ് പാർപ്പിക്കുന്നത്. 16 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുറ്റവാളികളായിട്ടുള്ള കുട്ടികളെ എവിടെ പാർപ്പിക്കുന്നു? പ്ലേസ് ഓഫ് സേഫ്റ്റി. അപ്പോൾ സ്പെഷ്യൽ ഹോം, ഒബ്സർവേഷൻ ഹോം, പ്ലേസ് ഓഫ് സേഫ്റ്റി, ഇത് മൂന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി കൂട്ടത്തിൽ നമുക്ക് എന്താണ്? തടവുകാരൻ്റെ അവകാശങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. തടവുകാരനും എന്തുണ്ട്? അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്? മതവിശ്വാസം തുടരാൻ വേണ്ടിയിട്ട് മതിയായ ആഹാരക്രമം, നിയമസേവനം, മനുഷ്യന് ചേർന്ന അന്തസ്സ്, ശുചിത്വമുള്ള ജീവിത സാഹചര്യം, ആരോഗ്യ വൈദ്യസഹായം, നിയമസഹായം ഉപാധികൾക്ക് വിധേയമായിട്ടുള്ള കുടുംബവുമായുള്ള ആശയവിനിമയം, ശരിയായ വസ്ത്രം, വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണം. ഇതൊക്കെയാണ് ഒരു തടവുകാരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെവിടെയാണ് ശിക്ഷിക്കപ്പെടുന്നത് അല്ലേ. എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ട്. ഫാമിലീനെ കാണാം, പിന്നെന്താണ് ആരോഗ്യം നോക്കാം, പിന്നെന്താണ് നിയമസേവനം ലഭിക്കും, പിന്നെന്താണ് ശുചിത്വമുള്ള ജീവിത സാഹചര്യം ലഭിക്കുന്നുണ്ട്, നല്ല മതിയായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നുണ്ട്, പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മതവിശ്വാസം തുടരാൻ, പിന്നെന്താണ് എല്ലാ കാര്യത്തിനും ശരിയായിട്ടുള്ളൊരു വസ്ത്രം ലഭിക്കാൻ, പിന്നെ അവർക്ക് വിവേചനത്തിന് എതിരായിട്ടുള്ളൊരു സംരക്ഷണം കൂടിയാണ് അവിടെ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെയാണല്ലേ അവർക്ക് ശിക്ഷ ലഭിക്കുന്നത്? അപ്പോൾ തടവുകാരൻ്റെ അവകാശങ്ങളും കൂടെ എന്താണ് അറിഞ്ഞിരിക്കുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ എന്താണ് നിർബന്ധമായിട്ടും അവർ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. തങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ തടവുകാരും കൃത്യമായും ക്രമമായും ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അലസത, ജോലിയിലെ അലംഭാവം, ജയിൽ ചട്ടങ്ങളുടെ ലംഘനം എന്നിവ ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതും റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവരുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു എന്താണ് കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അവിടുത്തെ തടവുകാർ കൃത്യമായിട്ടും എന്താണ് ക്രമമായിട്ടും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തണം. പിന്നെന്താണ് ഇനി അവർക്ക് അലസത അല്ലെങ്കിൽ ജോലിയിൽ അവരെന്താണ് എന്തെങ്കിലുമൊക്കെ അലംഭാവം അല്ല അലസത കാണിക്കുക, പിന്നെന്താണ് അവിടുത്തെ ജയിൽ ചട്ടങ്ങളുടെ ലംഘനം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇത് എന്ത് ചെയ്യണം? ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ സംസാരം, ചിരി, പാട്ട്, കളി, വഴക്കുകൂടൽ, അനുചിതമായ പെരുമാറ്റം, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗം ഇവ തടയുകയും കുറ്റക്കാരനെ പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കൈവശം വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരം, ചിരി, പാട്ട്, കളി, വഴക്കുകൂടൽ, അനുചിതമായിട്ടുള്ള പെരുമാറ്റമൊക്കെ കാണിക്കുന്നവരെന്ത് ചെയ്യണം? അവരെയും എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. തടവുകാർ സഞ്ചാര സമയത്ത് ക്രമം പാലിക്കുന്നുവെന്നും ജയിലിൽ അലഞ്ഞു തിരിയുന്നില്ല എന്നും ഉറപ്പുവരുത്തുക. അപ്പോൾ അവരുടെ സഞ്ചാര സമയത്ത് അവർ ക്രമമായിട്ടാണ് പാലിക്കുന്നതെന്നും പിന്നെന്താണ് അവർ ജയിലിൽ അവിടെ ഇവിടെയൊന്നും പോയിട്ട് അവിടെ ഇവിടെയും പോയിട്ടൊന്നും നിൽക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തുക. ഒരു തടവുകാരനും അവൻ്റെ താമസ സ്ഥലം വിട്ടുപോകുന്നില്ല എന്നും അല്ലെങ്കിൽ മറ്റ് താമസ സ്ഥലത്തുള്ള തടവുകാരനുമായോ ജയിലിൽ പുറത്തുള്ള ആളുകളുമായോ യാതൊരു തരത്തിലുള്ള വിനിമയം നടത്തുന്നില്ല എന്നും ഉറപ്പുവരുത്തണം. ഒരു തടവുകാരനും അവരുടെ താമസ സ്ഥലം വിട്ടിട്ട് വേറൊരു തടവുകാരൻ്റെ സെല്ലിൽ പോയി കഴിയുക അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇരിക്കുക ഒന്നും ചെയ്യാനും പാടില്ല. പിന്നെ പുറത്തുള്ള ജയിലിന് പുറത്തുള്ള ആളുകളുമായിട്ട് യാതൊരു തരത്തിലുള്ള സംസാരമൊന്നും ഒരു വിനിമയം ഒന്നും പാടില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം.
തടവുകാരുമായുള്ള എല്ലാവിധ ചങ്ങാത്തങ്ങളിൽ നിന്നും അനാവശ്യമായ ആശയവിനിമയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. അപ്പോൾ എന്താണ്, തടവുകാരുമായിട്ട് നമ്മൾ എന്താണ് ഒരു ചങ്ങാത്തവും വെക്കാനും പാടില്ല. അനാവശ്യമായിട്ടുള്ള അവരുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും വേണം. തൻ്റെ ചുമതലയിലുള്ള ജയിലിൻ്റെ ഭാഗങ്ങളിൽ പൊടിയോ ചവറോ ഇല്ല എന്നും ഓവുചാലുകൾ വൃത്തിയായി കിടക്കുന്നു എന്നും ഉറപ്പുവരുത്തുക. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിരിക്കും എന്താണ് ഓരോ നോക്കേണ്ടി വരിക. അപ്പോൾ എന്താണ് കിച്ചണിൻ്റെ എന്താണ് കിച്ചണിൻ്റെ എന്താ പറയുക, കിട്ടുന്നില്ലല്ലോ, അധികാരം ഉള്ളവരെവിടെയാണ്, അവിടെ എന്താണ് അവിടെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം, നോക്കണം. അപ്പോൾ എന്താണ് ഓരോ ജയിലിൻ്റെ ഭാഗങ്ങളിൽ എവിടേക്കാണോ എന്താണ് അധികാരം കിട്ടിയിരിക്കുന്നത് അത് ഓരോ ആ ഭാഗങ്ങളിൽ എന്താണ് പൊടിയോ ചവറോ ഇല്ല എന്നും പിന്നെന്താണ് അവിടുത്തെ ഓവുചാലുകളെല്ലാം വൃത്തിയായിട്ട് കിടക്കുന്നു എന്നും എന്താണ് ഉറപ്പുവരുത്തണം. തൻ്റെ ചുമതലയിലുള്ള ഗ്യാങ്ങിലുള്ള തടവുകാരുടെ ശരീരവും വസ്ത്രവും ശുചിത്വമുള്ളതാണെന്നും തടവുകാർ ഉത്തരവിൽ പ്രകാരം അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ കുളിക്കുന്നു എന്നും കിടക്കകളും വസ്ത്രങ്ങളും ശരിയായി കാറ്റുകൊള്ളിച്ച് ഉണക്കുന്നു എന്നും ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മുടെ ചുമതലയിലുള്ള ഗ്യാങ്ങിലുള്ള തടവുകാരുടെ എന്താണ് ശരീരവും വസ്ത്രവും ഒക്കെ നല്ല വൃത്തിയുള്ളതാണെന്നും പിന്നെന്താണ് അവർക്ക് അനുവദിക്കപ്പെട്ടുള്ള സമയത്തെല്ലാം അവർ കുളിക്കുന്നുണ്ട്, അവർ ക്ലീൻ ആവുന്നുണ്ട് എന്നും അവരുടെ കിടക്കകളും വസ്ത്രങ്ങളും ഒക്കെ എന്താണ് ശരിയായിട്ട് നല്ല വൃത്തിയിൽ കാറ്റ് കൊള്ളിച്ചത് ഉണക്കുന്നു എന്നും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഏതെങ്കിലും തടവുകാരനെ രോഗലക്ഷണങ്ങൾ കാണുകയോ രോഗം ഉണ്ടെന്ന് ആവലാതിക്കപ്പെടുകയോ ചെയ്താൽ ആ വിവരം ഉടൻ തന്നെ പ്രിസൺ ഓഫീസറെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ആരെയാണ് അറിയിക്കേണ്ടത്? അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ പ്രിസൺ ഓഫീസറെയാണ് അറിയിക്കേണ്ടത് കേട്ടോ. ഒരു തടവുകാരന് രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് ആവലാതിപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അത് പ്രിസണർ ഓഫീസറിനെയാണ് അറിയിക്കേണ്ടത്. ശൗചാലയത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ കൺവിക്റ്റ് ഓഫീസറുടെ ചുമതലയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലോ മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലെ ഒഴികെ അയാളുടെ പ്രത്യേക ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തടവുകാർ ഗ്യാങ്ങിൽ നിന്നും കൂട്ടം തെറ്റി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ പോകുന്നവർ തൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടെന്നും തടവു ചാടാൻ സാധ്യതയില്ല എന്നും നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ മൂത്രമൊഴിക്കുന്നതും ഓവുചാലുകളോ ജയിലിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളോ മലിനമാക്കുന്നതും തടയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്താണ് മൂത്രമൊഴിക്കാൻ പോകണമെന്ന് പറയുന്ന ഒരു തടവ് പുള്ളി ജയിലിൽ ചാടാൻ സാധ്യതയില്ല എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത്. പിന്നെന്താണ് അവർ പോകുന്നതിനോടൊപ്പം എന്താണ് ജയിലിലെ ഭാഗങ്ങളൊന്നും മലിനമാക്കുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം. സർക്കാർ സ്വത്തുക്കൾക്ക് അല്ലെങ്കിൽ തൊഴിലുപകരണങ്ങൾക്ക് അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്ക് ബോധപൂർവമായിട്ടുള്ള കേടുപാടുകൾ വരുത്തിയത് റിപ്പോർട്ട് ചെയ്യണം. സർക്കാരിൻ്റെ സ്വത്തുക്കൾക്ക് അവിടെയുള്ള എല്ലാം സർക്കാരിൻ്റെ, അപ്പോൾ അവിടെയുള്ള ഓരോ ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള വസ്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? മനഃപൂർവ്വമായിട്ട് കേട്ടോ, ബോധത്തോടെ കേടുപാടുകൾ വരുത്തുകയാണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും ജോയിൻറ്റ് സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ നടത്തുന്ന ലോക്ക് അൺലോക്കിങ്ങിന് തടവുകാരെ ഒരുക്കണം. ഹാജരല്ലാത്ത ഏതെങ്കിലും തടവുകാരനുണ്ടെങ്കിൽ അത് ഉടനടി റിപ്പോർട്ട് ചെയ്യുക. ഓരോ തടവുകാരനും കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ക്രമത്തിൽ വന്നിട്ടുണ്ടെന്ന് ഭക്ഷണ വിതര സമയങ്ങളിൽ നന്നായി പെരുമാറിയെന്നും നിശബ്ദരായതെന്നും ഉറപ്പുവരുത്തുക. അപ്പോൾ രാവിലെയും വൈകുന്നേരം ജോയിൻറ്റ് സൂപ്രണ്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടോ ലോക്ക് അൺലോക്കിങ്ങിന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തടവുകാരെ ഒരുക്കണം. പിന്നെ ഹാജരല്ലാത്ത ഏതെങ്കിലും ഒരു തടവുകാരനുണ്ടെങ്കിൽ അത് വേഗം റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഭക്ഷണ വിതരണ സമയങ്ങളിൽ അവർ കൃത്യമായിട്ടും ക്രമമായിട്ടും ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. വാർഡുകൾ, സെല്ലുകൾ, തടവുകാർ ഉപയോഗിക്കുന്ന കിടക്കവിരി, വസ്ത്രങ്ങൾ എന്നിവ പരിശോധിക്കുകയും ഏതെങ്കിലും നിരോധിത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അവരുടെ വാർഡുകളും സെല്ലുകളും അവരുപയോഗിക്കുന്ന കിടക്കവിരി, വസ്ത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പാചകക്കാർ ശരിയായ അളവിൽ ഓരോ തടവുകാരനും ആഹാരം വിതരണം ചെയ്യുന്നുവെന്നും ഭക്ഷണപദാർത്ഥങ്ങൾ തടവുകാർ ഒളിച്ചു വെക്കുന്നില്ല എന്നും പാചകക്കാർ അവരുടെ ജോലിയിൽ അലംഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ആയതും അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം പാചകക്കാരുടെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അവർ ശരിയായ അളവിലാണോ ഓരോ തടവുകാരനും ആഹാരം വിതരണം ചെയ്യുന്നത് എന്നും അവർ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഒളിപ്പിച്ച് വെക്കുന്നില്ല എന്നും അവർ പാചകക്കാർ അവരുടെ ജോലിയിൽ ഒരു മടിയോ ഒന്നും കാണിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തണം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് തലയിൽ കയറുന്നുണ്ടാവും അല്ലേ. താഴെ പറയുന്നതിൽ പുരുഷ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പ്രിസൺ ഓഫീസർ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ, ഗേറ്റ് കീപ്പർ. ഇതിലെല്ലാം എന്താണ് ഇതെല്ലാം എന്താണ് പുരുഷ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ വിഭാഗത്തിൽ പെടുന്നവരാണ് കേട്ടോ. പ്രിസൺ ഓഫീസർ, ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസർ, ഗേറ്റ് കീപ്പർ. അപ്പോൾ നമുക്ക് നോക്കാം. പുരുഷ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ വിഭാഗത്തിൽ താഴെ പറയുന്ന ഉദ്യോഗസ്ഥരാണ് ഉൾപ്പെടുന്നത്. ആരൊക്കെയാണ്? പ്രിസൺ ഓഫീസർ പെടുന്നു, ഗേറ്റ് കീപ്പർ, ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസർ, അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ. ഇമ്പോർട്ടൻ്റ് ആണ്, PYക്കാണ് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. പുരുഷ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ വിഭാഗത്തിൽ പെടുന്ന ഉദ്യോഗസ്ഥർ ഏതൊക്കെയാണ്? പ്രിസണർ ഓഫീസർ, ഗേറ്റ് കീപ്പർ, ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസർ, അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ. തടവുകാരൻ രോഗലക്ഷണങ്ങൾ കാണുകയോ രോഗമുണ്ടെന്ന് ആവലാതിപ്പെടുകയോ ചെയ്താൽ ആ വിവരം ഉടൻ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ആർക്കാണ്? പ്രിസൺ ഓഫീസർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ? പ്രിസൺ ഓഫീസർക്കാണ് അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർമാരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 3 ആണ് അല്ലേ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർമാരുടെ എണ്ണം എത്രയാണ്? 3 ആണ്. PYക്കാണ് മുന്നേ വന്നിട്ടുള്ളതാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരൻ്റെ പാറാവിന് 3 അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർമാരും ഒരു ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസറും എന്ന നിലയിൽ അധികരിക്കാതെയും ഒരേ സമയം അത്തരം 1-ൽ കൂടുതൽ തടവുകാർ ജയിലിലുള്ള പക്ഷം എല്ലാവർക്കും കൂടെ ഒരു ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസർ അധികമായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുള്ള ഒരു തടവുകാരൻ എങ്ങനെയാണ്? 3 അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറായിരിക്കും പാറാവിന് വേണ്ടിയിട്ടുള്ളത്. മാനസിക രോഗമുള്ളതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമായ പാറാവും പ്രത്യേക പാറാവിലോ നിരീക്ഷണത്തിലോ സൂക്ഷിക്കേണ്ടി വരുന്ന സിവിൽ അഥവാ ക്രിമിനൽ അഥവാ മറ്റാളുകൾ എന്നിവർക്ക് വേണ്ടി ഓരോ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ അധികമായിട്ടും എന്തായിരിക്കും നിയമിക്കേണ്ടതായിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മാനസിക രോഗമുള്ളവരാണെങ്കിലോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് പ്രത്യേകമായിട്ട് നിരീക്ഷിക്കേണ്ടി വരുന്ന തടവുപുള്ളികളാണെങ്കിലോ അല്ലെങ്കിൽ സിവിലെ ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തിട്ടുള്ള ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് തടവുപുള്ളികളാണെങ്കിൽ അവർക്കൊക്കെ എന്താണ് പാറാവിന് വേണ്ടിയിട്ട് ഓരോ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ അധികമായിട്ടും കൂടുതലായിട്ടും നിയമിക്കേണ്ടതായിട്ടുണ്ട്. ജയിലിന് പുറത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴോ തടവുകാരെ ഒറ്റ തിരിച്ച് പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോഴോ ഒരു തടവുകാരനോ തടവുകാർക്ക് പാറാവിന് 3 അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറും പിന്നെന്താണ് ഒരു ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസറും എന്ന നിലയിൽ കൂടാതെയും താൽക്കാലിക അധിക ജീവനക്കാരുടെ നിയമനത്തിന് അനുമതി നൽകാവുന്നതാണ്. അപ്പോൾ ജയിലിന് പുറത്തുള്ള ആശുപത്രിയിലേക്ക് എന്താണ് തടവുകാരെ പ്രവേശിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് അവരെങ്ങനെ ഒറ്റ തിരിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ തടവുകാരനാണെന്നുണ്ടെങ്കിൽ ഒറ്റ തിരിച്ചിട്ട് പാർപ്പിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റുമ്പോഴോ അവർക്ക് എന്താണ് പാറാവിന് വേണ്ടിയിട്ട് താറാവ് എന്നല്ല പാറാവിനാണ് കേട്ടോ. പാറാവിന് വേണ്ടിയിട്ട് 3 അസിസ്റ്റൻറ്റ് പ്രിസണർമാരും അവരെ കൂടെ ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർക്കും കൂടെ നിയമിക്കാനുള്ള അനുമതി കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും അറിയണമെന്നില്ല, 3 പേര് വേണമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് 2010 സെക്ഷൻ പ്രകാരം പ്രായപൂർത്തിയായ തടവുകാരൻ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് പറഞ്ഞാൽ 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഏതെങ്കിലും ഒരു തടവുകാരനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായപൂർത്തിയായിട്ടുള്ള തടവുകാരൻ എന്ന് പറഞ്ഞാൽ 21 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള തടവുകാരൻ എന്നാണ്. അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർക്ക് ധരിക്കാവുന്ന ഗുഡ് കോണ്ടാക്റ്റ് സ്ട്രൈപ്പുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ് കേട്ടോ. ചുവപ്പ് വെളുപ്പ് തുണിയിലുള്ളതും ഇടത്തെ കൈമേൽ ധരിക്കേണ്ടതുമാണ് അതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർമാർക്ക് ധരിക്കാവുന്ന ഗുഡ് കോണ്ടാക്റ്റ് സ്ട്രൈപ്പുകളുടെ എണ്ണം എത്രയാണ്? 3. ഈ നമ്മളുടെ ഈ നല്ലമായിട്ടുള്ള നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ നല്ല പെരുമാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നല്ല സേവനത്തിന് ഒക്കെ ഒരു ഗുഡ് കോണ്ടാക്റ്റ് സ്ട്രൈപ്പുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്നത് കേട്ടോ. ഈ 3 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് 2 വർഷത്തെ തടസ്സമില്ലാത്ത സത്പെരുമാറ്റത്തിന് ഒരു സ്ട്രൈപ്പ്, പിന്നീടുള്ള ഓരോ വർഷത്തെ പെരുമാറ്റത്തിനും ഒരു സ്ട്രൈപ്പ്, അങ്ങനെ 3 സ്ട്രൈപ്പിൽ കൂടുതൽ അവർക്ക് ബോഡിയിൽ ധരിക്കാൻ പാടില്ല. അപ്പോൾ അവർ ചുവപ്പ് വെളുപ്പ് തുണിയിലുള്ളതും ഇടത്തെ കൈമേൽ ധരിക്കേണ്ടതുമാണ് അത് എന്ന് പറയുന്നത് കേട്ടോ. അത് ഈ അലവൻസുകൾ എന്തെന്ന് പറയുന്നത് അവരുടെ ആ ഒരു അലവൻസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആ ഒരു ആനുകൂല്യം അവർക്ക് കിട്ടുന്ന ആ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു വാർഷിക വേതന വർധനവിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും? പ്രതിമാസം കൊടുക്കേണ്ടതുമാണെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു വാർഷിക വേതന വർധനവ് എന്നുള്ള ആ ഒരു ടേം അവിടെ ഓർത്തിരിക്കണേ. അവരുടെ ആ ഒരു ആനുകൂല്യം ഏതിന് തുല്യമായിരിക്കും? ഒരു വാർഷിക വേതന വർധനവിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതൊന്നും ഓർത്തിരിക്കണേ. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് ലഭിക്കുന്ന ഗുഡ്സ് കോൺട്രാക്ട്സ് സ്ട്രൈപ്പുകളുടെ എണ്ണം
ധരിക്കാവുന്ന ഗുഡ് കോണ്ടാക്ട് സ്ട്രൈപ്പുകളുടെ എണ്ണം ഒന്ന് അറിഞ്ഞിരിക്കുക 3 വനിതാ തടവുകാരുടെ കുട്ടികളെ എത്ര വയസ്സ് വരെയാണ് ജയിലിൽ അവരുടെ കൂടെ സംരക്ഷിക്കുന്നത്? എത്രയാണ്? 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. വനിതാ തടവുകാരുടെ കുട്ടികളെ എത്ര വയസ്സ് വരെയാണ്? 6 വയസ്സ് വരെയാണ് ജയിലിൽ അവരുടെ അമ്മമാരുടെ കൂടെ പാർപ്പിച്ച് വരുന്നത് കേട്ടോ. ഈ 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെ ജയിലിൽ തുറന്ന് പാർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മുൻകൂട്ടിയിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. ബന്ധുക്കളെ, അതാ കുട്ടീനെ നല്ല സുരക്ഷിതമായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി നോക്കാൻ കഴിയുന്ന ബന്ധുക്കളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ മുൻകൂറായിട്ട് അറിയിക്കണം. അങ്ങനെ ഇനി അവർക്ക് അങ്ങനെ ഒരു ബന്ധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യോഗ്യരായിട്ടുള്ള ഒരു വ്യക്തികളെ കണ്ടെത്തും. കുട്ടികൾ അവരുടെ കൂടെ സംരക്ഷണത്തിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ എവിടെ താമസിപ്പിക്കും? അത് നേഴ്സറിയിലായിരിക്കും കേട്ടോ താമസിപ്പിക്കുക. ജയിൽ വകുപ്പിന് വെളിവിലായിരിക്കും നേഴ്സറി ഉണ്ടായിരിക്കുക. ഈ നേഴ്സറി എന്തായിരിക്കും? ജയിൽ വകുപ്പിൻ്റെ കീഴിലായിരിക്കും. അപ്പം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളെ നേഴ്സറിയിലായിരിക്കും സുരക്ഷിതമായിട്ട് താമസിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണെങ്കിൽ ക്രഷിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ക്രഷും നേഴ്സറിയും എന്തായിരിക്കും? സ്കൂൾ ഇതിന് പുറത്തായിരിക്കും കേട്ടോ, ജയിലിന് വെളിയിലായിരിക്കും. പിന്നെ ഈ ക്രഷ്, നേഴ്സറി, സ്കൂളൊക്കെ എന്തിന് കീഴിൽ വരും? ജയിൽ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും നടത്തേണ്ടത് കേട്ടോ. പിന്നെ അവർക്ക് അവരുടെ ആരോഗ്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുന്ന ആഹാരവും വസ്ത്രങ്ങളും മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ പാടുള്ളൂ കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ് അല്ലേ കുട്ടികളെയൊക്കെ. അപ്പോൾ നോക്കാം. ഒരു കലണ്ടർ വർഷം ഒരു തടവുകാരന് എത്ര ദിവസത്തെ സാധാരണ അവധിക്കാണ് അർഹതയുള്ളത്? ഇമ്പോർട്ടൻ്റ്. തടവുകാരുടെ അവധി നമ്മൾ എടുത്തതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കയറിയിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ PDF ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നല്ല വൃത്തിയിൽ പഠിക്കുക കേട്ടോ. അവരുടെ അവധി, തടവുകാരുടെ അവധി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കലണ്ടർ വർഷം ഒരു തടവുകാരന് എത്ര ദിവസത്തെ സാധാരണ അവധിക്കാണ് അർഹതയുണ്ടായിരിക്കുക? 60 ദിവസമാണ് കേട്ടോ. 60 ദിവസത്തെ സാധാരണ അവധിക്കാണ് അർഹതയുണ്ടായിരിക്കുക. ഒരു തവണ അവധിയുടെ കാലയളവ് 15 ദിവസത്തിൽ കുറവ് 30 ദിവസത്തിൽ അധികമോ ആയിരിക്കരുത്. അപ്പോൾ അവർക്ക് ഒരു തവണ അവരുടെ അവധി എന്ന് പറയുന്നത് 15 ദിവസത്തിൽ കുറയാനും പാടില്ല, പക്ഷേ 30 ദിവസത്തിൽ കൂടാനും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തടവുകാർക്ക് എത്ര തരം അവധികളുണ്ട് എന്നും ഏതൊക്കെയാണ് ഇതെന്നും പഠിച്ചവർ കമൻറ്റ് ചെയ്യട്ടോ. ഇനി കുറച്ച് വിഭാഗം ആളുകളുണ്ട്, അവർക്ക് അവധിയിൽ വിടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് അർഹത ഉണ്ടായിരിക്കില്ല. ആരൊക്കെയാണത്? പതിവ് കുറ്റവാളികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള കുറ്റക്കാർ, പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം 392 മുതൽ 42 വരെ 342 വരെ വകുപ്പുകൾ അനുസരിച്ചും ബലാത്സംഗം കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട തടവുകാർ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർ, എന്നാൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർ മേൽപ്പറഞ്ഞ വകുപ്പുകൾ കൂടി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ശിക്ഷാകാലം കഴിഞ്ഞതിന് ശേഷം അവധി അനുവദിക്കാവുന്നതാണ്. അപകടകാരികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള തടവുകാരും ഗുരുതരമായ ജയിൽ നിയമലംഘനങ്ങളായ കയ്യേറ്റം, ലഹള, കലാപം, തടവുചാടൽ, ഗുരുതരമായ ചട്ടലംഘനത്തിനുള്ള ദുഷ്പ്രേരണ മുതലായ അതുപോലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടവർ അവർക്കും അവധിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല. മാനസിക രോഗാവസ്ഥയുള്ളവരും പകർച്ചവ്യാധികളുള്ളതുമായ തടവുകാർ കള്ളക്കടത്തോ വിദേശ നാണയ വിനിമയ നിയമലംഘനമോ ദേശീയ സുരക്ഷയോ കള്ളനാണയമോ കള്ളനോട്ടായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവധിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇവിടെ 402 എന്നാണ് കേട്ടോ, 402 വരെ വകുപ്പുകളാണ് കേട്ടോ. 392 മുതൽ 402 വകുപ്പ് വരെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 392 മുതൽ 402 വരെ വകുപ്പുകൾക്കനുസരിച്ചിട്ട് കുറ്റം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർക്ക് അവധിയിൽ വിടുതൽ പോകാൻ വേണ്ടിയിട്ടുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഏത് തരത്തിലുള്ള അവധിക്കും ഒരു കലണ്ടർ വർഷത്തിൽ എത്ര തവണ വിടുതൽ ഉണ്ടായിരിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര തവണ ഉണ്ടായിരിക്കും? 4 തവണ. പക്ഷേ അവിടെ ഒരു സ്പെഷ്യൽ കേസുണ്ട്. തുറന്ന ജയിലിലെ തടവുകാർക്ക് മാത്രം ഗാർഹിക അവധിക്കുള്ള വിടുതൽ കൂടി കണക്കാക്കി 5 തവണ. ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചാൽ കുഴഞ്ഞു പോകാൻ പാടില്ല. ഏത് തരത്തിലുള്ളൊരു അവധിയാണെങ്കിലും ഒരു കലണ്ടർ വർഷത്തിൽ 4 തവണയായിരിക്കും വിടുതൽ ഉണ്ടായിരിക്കുക.
പക്ഷേ എന്താണ്, തുറന്ന ജയിലിലെ തടവുകാർക്ക് മാത്രം എന്താണ് ഗാർഹിക അവധിക്കുള്ള വിടുതൽ കൂടി കണക്കാക്കി 5 തവണയാണെന്ന് ഓർത്തിരിക്കുക. അവധി ലഭിക്കാത്ത ശിക്ഷാ തടവുകാരുടെ കേസുകൾ പുനരവലോകനം ചെയ്യുന്നതിനുള്ള സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? ജില്ലാ കളക്ടർ ചെയർമാനായിരിക്കും, ജില്ലാ കളക്ടറായിരിക്കും, പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസ് മെമ്പറായിരിക്കും, മേഖലാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് മെമ്പറായിരിക്കും, ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ട് കൺവീനറായിരിക്കും, ചീഫ് വെൽഫെയർ ഓഫീസർ ഒരു മെമ്പറായിരിക്കും, പിന്നെ ആരാണ്, ബന്ധപ്പെട്ട പ്രൊബേഷൻ ഓഫീസർ ഒരു മെമ്പറായിരിക്കും. അപ്പോൾ ഇത്രയും പേരാണ് പുനരവലോകന സമിതിയിൽ ഉണ്ടായിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരെയും കൂടെ പഠിച്ചിരിക്കണം. ആരൊക്കെയാണ്? ചെയർമാൻ ആരായിരിക്കും? പുനരവലോകന സമിതിയുടെ ചെയർമാൻ ആരായിരിക്കും? ജില്ലാ കളക്ടറായിരിക്കും. കൂടാതെ പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ഒരു മെമ്പറായിരിക്കും. മേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആരായിരിക്കും? ഒരു മെമ്പർ ആയിട്ടുണ്ടാവും. പിന്നെ ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ട്, ചീഫ് വെൽഫെയർ ഓഫീസർ, പിന്നെ എന്താണ്, ബന്ധപ്പെട്ട പ്രൊബേഷൻ ഓഫീസർ. ഇത്രയും പേരെന്തായിരിക്കും മെമ്പറായിട്ട് ആ സമിതിയിൽ ഉണ്ടായിരിക്കും. അടിയന്തര അവധി ഒരു പ്രാവശ്യം പരമാവധി അനുവദിക്കാവുന്നത് എത്ര ദിവസത്തേക്കാണ്? 15 ദിവസത്തേക്കാണ് കേട്ടോ. അടിയന്തരാവധി എന്താണ്, ഒരു പ്രാവശ്യം പരമാവധി അനുവദിക്കാവുന്നത് എത്ര ദിവസത്തേക്കാണ്? 15 ദിവസത്തേക്കാണ്. ഇവിടെ ജയിൽ സൂപ്രണ്ടിന് ഒരു സമയം 10 ദിവസം വരെ അടിയന്തരാവധി അനുവദിക്കാൻ അധികാരമുണ്ടായിരിക്കും. ജയിൽ സൂപ്രണ്ടിനാണ് കേട്ടോ. അത് ഉൾപ്പെടെ എന്താണ്, 15 ദിവസത്തേക്ക് കൂടി കാലയളവിലേക്ക് ഡയറക്ടർ ജനറൽ എന്താണ് അവധി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീണ്ടും ഒരു 15 ദിവസം കാലയളവിലേക്ക് എന്താണ്, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും അവധി അനുവദിക്കാവുന്നതാണ്. പരമാവധി 45 ദിവസം കവിയാതെ അടിയന്തരാവധി ദീർഘിപ്പിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സർക്കാരിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. ടോട്ടൽ എന്താണ്, ഒരു പരമാവധി എന്താണ് അടിയന്തരാവധി ഒരു പ്രാവശ്യം പരമാവധി അനുവദിക്കുന്നത് എത്ര ദിവസത്തേക്കാണെന്ന് ചോദിച്ചാൽ 15 ദിവസത്തേക്കാണ്. പക്ഷേ കൂടാതെ എന്താണ്, 10 ദിവസം ഈ 15 ദിവസം അത് ഉൾപ്പെടെ എന്താണ് 10 ദിവസം കൂടെ എന്താണ് നീട്ടാനുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിന് ഉണ്ടായിരിക്കും. കൂടാതെ 15 ദിവസം അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് 15 ദിവസം കൂടെ എന്താണ് നീട്ടാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ജനറലിനും, തുടർന്ന് 15 ദിവസം വേണ്ടി നീട്ടാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും കൂടാതെ എന്താണ് 45 ദിവസം വരെ ആക്കാൻ കവിയാതെ 45 ദിവസം വരേക്ക് എന്താണ് നീട്ടാനുള്ള അധികാരം ആർക്കും കൂടി ഉണ്ടായിരിക്കും? സർക്കാരിനും കൂടെ ഉണ്ടായിരിക്കും. ആദ്യത്തെ സാധാരണ അവധിക്കുള്ള അപേക്ഷ തടവുകാർ നൽകേണ്ടത് ആർക്കാണ്? ഡയറക്ടർ ജനറലാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അധികാര വിന്യാസം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. DIG, സൂപ്രണ്ട്, അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസർ, ഡെപ്യൂട്ടി പ്രിസണർ ഓഫീസർ എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആരുടെ കീഴിൽ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സാധാരണ അവധിക്കുള്ള അപേക്ഷ തടവുകാർ നൽകേണ്ടത് ആർക്കാണ്? അത് ഡയറക്ടർ ജനറലാണ് അല്ലേ, ഡയറക്ടർ ജനറലിന്. അടിയന്തര അവധിക്കുള്ള അപേക്ഷകർ തടവുകാരൻ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? തടവുകാരൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജയിലിലെ സൂപ്രണ്ടിനായിരിക്കും. അടിയന്തര അവധിയാണ് കേട്ടോ. അടിയന്തര അവധിക്ക് ആർക്കായിരിക്കും? ഒരു തടവുകാരൻ എവിടെയാണോ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജയിലിലെ സൂപ്രണ്ടിനായിരിക്കും അടിയന്തര അവധിക്കുള്ള അപേക്ഷകൾ കൊടുക്കേണ്ടത്. ഇനി സാധാരണ അവധിക്കുള്ള അപേക്ഷ തടവുകാർ ആർക്കാണ് കൊടുക്കേണ്ടത്? അത് ഡയറക്ടർ ജനറലിനാണ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ ഒഴികെയുള്ള ഏതൊരു സൽസ്വഭാവികളായ തടവുകാർക്കും താഴെ വ്യക്തമാക്കിയിട്ടുള്ള വളരെ അടിയന്തര ഘട്ടങ്ങളിൽ അടിയന്തരാവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും, ഏതൊരാൾക്കും പരോൾ ലഭിക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. എന്താണ്, എല്ലാവർക്കും ഒന്നും കിട്ടില്ല. അതെന്താണ്, പതിവ് കുറ്റവാളികളായിട്ടുള്ളവർക്കൊന്നും എന്താണ് ഇത് പരോളും ഇതുപോലുള്ള വിടുതലും കാര്യങ്ങളൊന്നും ലഭിക്കില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം കേട്ടോ. കൺഫ്യൂഷൻ ആവരുത്. സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണുന്ന സമയത്ത് നല്ലപോലെ ആലോചിച്ചിട്ട് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? അടിയന്തര ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അടിയന്തര ഘട്ടങ്ങൾ എന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ്. പിതാവ്, മാതാവ്, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, സഹോദരി, സഹോദരൻ, അർദ്ധ സഹോദരൻ, അർദ്ധ സഹോദരി, പൗത്രൻ, പൗത്രി, പിതാ, മാതാമഹൻ അല്ലെങ്കിൽ പിതാ, മാതാമഹി, ഭാര്യ, പിതാവ്, മാതാവ്, ഭർത്തൃ, പിതാവ്, മാതാവ്, മരുമകൻ, മരുമകൾ, മാതൃ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, പിതൃ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഭാര്യ, ഭർത്തൃ സഹോദരൻ, ഭാര്യ, ഭർത്തൃ സഹോദരി, അനന്തരവൻ, അനന്തിരവൾ എന്നിവരുടെ മരണമോ അത്യാസന്ന രോഗാവസ്ഥയോ ഇതുമൂലം എന്താണ് അടിയന്തരാവസ്ഥയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മകൻ, മകൾ, സഹോദരൻ, സഹോദരി, പൗത്രൻ, പൗത്രി, ഭാര്യ, ഭർത്തൃ സഹോദരൻ, ഭാര്യ, ഭർത്തൃ സഹോദരി എന്നിവരുടെ വിവാഹം മൂലമാണെങ്കിലും എന്താണ് അടിയന്തരാവധിക്കുള്ള അപേക്ഷകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ് താമസിക്കുന്ന വീട് ഭാഗികമായോ പൂർണ്ണമായും തകരുക. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണെങ്കിലും എന്താണ് അടിയന്തരാവധിക്കുള്ള അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് അവരുടെ വ്യവസ്ഥകൾ. അടിയന്തരാവധിക്ക് എന്താണ് അപേക്ഷിക്കുമ്പോഴുള്ള വ്യവസ്ഥകൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്.
ഒരു രണ്ട് കാര്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളോട് നമുക്ക് പറഞ്ഞിട്ട് ഇവിടെ ക്ലാസ് നിർത്താം. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 1980 രൂപീകരിച്ചൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് AN മുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. AN മുള്ള കമ്മിറ്റി ഓർത്തിരിക്കണേ. AN മുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് 1980 രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് AN മുള്ള കമ്മിറ്റി എന്ന് പറയുന്നത്. നോട്ട് എഴുതിയെടുത്തോണം കേട്ടോ പറയുമ്പോൾ തന്നെ. ഇനി അടുത്തതായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അത് VR കൃഷ്ണയ്യർ ആയിരുന്നു അല്ലേ. VR കൃഷ്ണയ്യർ. ഞാനിതൊക്കെ പറഞ്ഞതാണ് മുന്നത്തെ ക്ലാസ്സിൽ, ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? VR കൃഷ്ണയ്യറാണ് കേട്ടോ. VR കൃഷ്ണയ്യറാണ്. ഇയറും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 1986 വർഷം എന്ന് പറയുന്നത് കേട്ടോ. 1986 കേട്ടോ. അത് ഈ വർഷം രൂപീകരിക്കപ്പെട്ട നാഷണൽ എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ വുമൻ പ്രിസണേഴ്സ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ തടവുകാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഈ കമ്മിറ്റി കൃഷ്ണയ്യർ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ കമ്മിറ്റി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൃഷ്ണയ്യർ കമ്മിറ്റി. കൃഷ്ണ എന്നുണ്ടല്ലോ, VR കൃഷ്ണയ്യറിനെ കൃഷ്ണയ്യർ കമ്മിറ്റി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി രണ്ടെണ്ണം കൂടെ. 1991 മുതൽ 93 വരെ നമ്മുടെ കേരളത്തിലെ 1991 to 93 വരെ നമ്മുടെ കേരളത്തിലെ ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയൊരു കമ്മിറ്റിയാണ് AP ഉദയഭാനു കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. AP ഉദയഭാനു കമ്മിറ്റി കേട്ടോ. 1991-93 കാലഘട്ടത്തിൽ കേരളത്തിലെ ജയിൽ പരിഷ്കരണങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? AP ഉദയഭാനു കമ്മിറ്റിയാണ് കേട്ടോ. AP ഉദയഭാനു കമ്മിറ്റി. നോട്ട് എഴുതിയെടുക്കണേ. ഇനി കേരളത്തിലെ ജയിൽ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ 2017 നിയമിച്ച ഒരു കമ്മിറ്റിയായിരുന്നു ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി കേട്ടോ. എന്തായിരുന്നു? അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി കേട്ടോ. 2017 ഇതൊരു ക്വസ്റ്റ്യൻ വന്നതാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. 2017 കാര്യമൊക്കെ ചോദിച്ചാൽ എഴുതി വെക്കണം. നിലവിൽ അങ്ങനത്തെ ഒരു കമ്മിറ്റി ഇല്ല കേട്ടോ. ഒരു ജേക്കബ് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. 2017 കേരളത്തിലെ ജയിൽ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ 2017 2017 നിയമിച്ച കമ്മിറ്റി ഏതാണ്? ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റിയാണ് കേട്ടോ. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു 4 കമ്മിറ്റീനും കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് മുന്നത്തെ നോട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്തായാലും ഇത് നല്ലതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും പഠിച്ചത് തന്നെ ക്വസ്റ്റ്യൻ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും കിട്ടട്ടെ, നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഫ്രീ ആയിട്ട് പോവുക, ഫ്രീ ആയിട്ട് എഴുതുക. അങ്ങനെയൊക്കെ പറയാൻ ഉപദേശിക്കാൻ നല്ല സുഖമാണല്ലേ. വർമ്മ സാറേ എന്ന് പറയുന്ന പോലെ എല്ലാവരും അവരവരുടെ അത്രേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും അവരവരുടെ ചിന്തകളൊക്കെ കൊണ്ട് മാക്സിമം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് എക്സാം എഴുതാൻ നോക്കുക കേട്ടോ. തലേ ദിവസം ഒരുപാട് ഒഴിച്ചിരുന്നിട്ട് പഠിക്കുക, അതൊന്നും വേണ്ട. ഒരു ദിവസം മുന്നേ അത്യാവശ്യം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. എപ്പോഴേ നിങ്ങൾ റിവിഷൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നന്നായിട്ട് റിവിഷൻ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം റിവിഷൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല, ബാക്കിയും കൂടെ നോക്കണം. കറണ്ട് അഫെയർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമനങ്ങൾ, അവാർഡുകൾ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നോബൽ പ്രൈസ് ഞാൻ ഒന്നും കൂടെ പറയണം, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. 2024-25 നോബൽ പ്രൈസ് പഠിച്ചിരിക്കണം. ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ഗേൽരത്ന അവാർഡ് അതൊക്കെ നോക്കണം. ഞാൻ ഇന്നത്തെ കറണ്ട് അഫെയർ വീഡിയോയിൽ 2025 ഗേൽരത്ന അവാർഡും കേരള ജ്യോതി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കുക. ആവശ്യമില്ലാത്തെല്ലാം വലിച്ചു പഠിച്ചിട്ട് സമയം കളയാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ വീണ്ടും എനിക്ക് വിവരാവകാശ കമ്മീഷനും കൂടെ ഒരു ക്ലാസ് ഇടണമെന്നുണ്ട്. നമ്മൾ വീണ്ടും ഒരു റിവിഷൻ പോലെ ക്ലാസ് ഇടണമെന്നുണ്ട്. പറ്റിയാൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ് ആവുകയാണെങ്കിൽ, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.